ലോകം ഇന്ന് ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന ഒരു രാജ്യമേത് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. അത് ചൈനയാണ്. സാങ്കേതിക വിദ്യയിലും കണ്ടുപിടുത്തങ്ങളിലും ചൈന ഇന്ന് മറ്റെല്ലാ രാജ്യങ്ങൾക്കും ഒരു പടി മുന്നിലാണ്. അവരുടെ ഗതാഗത മേഖലയും വാഹനങ്ങളും കണ്ടാൽ ചൈനക്കാർ ഒരുപക്ഷെ 2050 ലോകത്താണ് ജീവിക്കുന്നത് എന്ന് തോന്നിപ്പോവും. ഇവിടെ കാറുകൾ വെള്ളത്തിൽ ഓടും, ആകാശത്ത് പറക്കും, ട്രെയിനുകൾ തലകീഴായി പറന്നു നടക്കും. നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ട് പോലുമില്ലാത്ത പലതരം വാഹനങ്ങൾ ചൈനയുടെ തെരുവുകളിൽ ഇന്ന് സാധാരണ കാഴ്ചയാണ്. ഇന്ന് നമ്മൾ ചൈനയുടെ മാത്രം സ്വന്തമായ ലോകത്തെ ഞെട്ടിച്ച 15 ഫ്യൂച്ചറിസ്റ്റിക് വാഹനങ്ങളെ പരിചയപ്പെടാൻ പോവുകയാണ്. ഓരോ വാഹനവും നിങ്ങളെ അതിശയിപ്പിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. 1. സ്കൈ ട്രെയിൻ. ചൈനയുടെ സിഗ്നേച്ചർ വാഹനങ്ങളിൽ ഒന്നാണ് സ്കൈ ട്രെയിൻ. നമ്മൾ സാധാരണ കാണുന്ന ട്രെയിനുകൾ റെയിൽ പാളങ്ങളിലൂടെയാണ് ഓടുന്നത്. എന്നാൽ ചൈനയിൽ ഈ ട്രെയിനുകൾ ആകാശത്ത് പാലങ്ങൾക്ക് താഴെയായി തലകീഴായി സഞ്ചരിക്കുന്നു. ഇത് കണ്ടാൽ ഒരു ഹോളിവുഡ് സയൻസ് ഫിക്ഷൻ സിനിമയിലെ രംഗം പോലെ തോന്നും. പക്ഷേ ഇത് വെറും ഭാവനയല്ല. ചൈനയിലെ പ്രധാന നഗരങ്ങളിൽ ഈ ട്രെയിനുകൾ പതിവായി സർവീസ് നടത്തുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഈ ട്രെയിനിൽ യാത്രക്കാർ തലകീഴായിട്ടാണോ ഇരിക്കുന്നത് എന്ന്. എന്നാൽ അങ്ങനെയല്ല. അകത്ത് കയറിയാൽ സാധാരണ ട്രെയിൻ പോലെ തന്നെ സീറ്റുകളുണ്ട്. ഇത് നിർമ്മിക്കാൻ ചെലവ് വളരെ കുറവാണ്. മാത്രമല്ല, നഗരത്തിൽ ട്രാഫിക് ബ്ലോക്ക് ഇല്ലാതെ വേഗത്തിൽ സഞ്ചരിക്കാനും ഇത് സഹായിക്കുന്നു. മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന ഈ ട്രെയിനുകൾ മിനിറ്റുകൾക്കുള്ളിൽ ഒരു സ്റ്റേഷനിൽ നിന്ന് അടുത്ത സ്റ്റേഷനിലേക്ക് എത്തുന്നു. ഇത് ഫ്യൂച്ചറിസ്റ്റിക് ആണെന്ന് തോന്നുമെങ്കിലും ജർമ്മനിയിലെ ഉപ്പർടാൽ ഷെവേബബാൻ പോലുള്ള സമാന സംവിധാനങ്ങൾ നൂറ്റാണ്ടുകളായി നിലവിലുണ്ട്. ഹോണ്ട മോട്ടോ കോമ്പാക്റ്റോ. നിങ്ങൾ ഒരു സ്ഥിരം യാത്രക്കാരനാണോ? എപ്പോഴും എയർപോർട്ടിലോ റെയിൽവേ സ്റ്റേഷനിലോ സ്വന്തമായി ഒരു വാഹനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഈ വാഹനം. 2023 സെപ്റ്റംബറിൽ ഹോണ്ട ഇത് പുറത്തിറക്കിയത് മുതൽ ആളുകൾ ഇതിനായി ഭ്രാന്തമായി കാത്തിരിക്കുകയാണ്. കാണാൻ ഒരു പെട്ടി പോലെ തോന്നുമെങ്കിലും ഇത് മടക്കി വയ്ക്കാൻ സാധിക്കുന്ന ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ്. ഭാരം വെറും 18.7 കിലോഗ്രാം മാത്രം. അതുകൊണ്ട് എളുപ്പത്തിൽ എവിടെയും കൊണ്ടുപോകാം. പൂർണ്ണമായി ചാർജ് ചെയ്താൽ 19 മുതൽ 25 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ സാധിക്കും. ഒരു ബട്ടൺ അമർത്തിയാൽ ഇതിന്റെ വേഗതയും ബാറ്ററി ചാർജും മനസ്സിലാക്കാം. പരമാവധി വേഗത 24 കിലോമീറ്റർ ആണ്. ഹോണ്ടയുടെ 1980കളിലെ മോട്ടോ കോംബോ എന്ന മടക്കി വയ്ക്കാവുന്ന സ്കൂട്ടറിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇത് നിർമ്മിച്ചത്. 3. BYD Yangwang U8. ഇതൊരു ആഡംബര SUV ആണ്. പക്ഷേ ഈ കാറിന് ഒരു മാജിക് ഉണ്ട്. ഇതിന് വെള്ളത്തിലൂടെയും സഞ്ചരിക്കാൻ കഴിയും. ഓഫ് റോഡിങ്ങിന് വേണ്ടിയാണ് ഈ വാഹനം പ്രധാനമായും ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിന്റെ ഹൈഡ്രോളിക് സിസ്റ്റം ഉപയോഗിച്ച് കാർ 150 മില്ലിമീറ്റർ വരെ ഉയർത്താൻ സാധിക്കും. സാധാരണ കാറുകൾക്ക് U-ടേൺ എടുക്കാൻ ധാരാളം സ്ഥലം വേണ്ടിവരുമെങ്കിൽ ഈ കാറിന് അതില്ല. ഇതിന് 360 ഡിഗ്രിയിൽ ഒരേ സ്ഥലത്ത് നിന്ന് കറങ്ങാൻ കഴിയും. ഇനി ഇതിലെ ഏറ്റവും വലിയ ഫീച്ചറിലേക്ക് വരാം. ഇത് വെള്ളത്തിലൂടെയും സഞ്ചരിക്കും. 1 മീറ്റർ ആഴമുള്ള വെള്ളത്തിലൂടെയും ഇതിന് പോകാൻ കഴിയും. ഇത് വെള്ളത്തിൽ ഇറങ്ങിയാൽ ഓട്ടോമാറ്റിക്കായി സ്വിമ്മിംഗ് സിസ്റ്റം ആക്ടിവേറ്റ് ആകും. ഡോറുകളും ജനലുകളും ലോക്ക് ആവുകയും എയർ കണ്ടീഷനിംഗ് ഓൺ ആവുകയും ചെയ്യും. വെള്ളപ്പൊക്കം പോലുള്ള സാഹചര്യങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഇത് വലിയ സഹായമാകും. വിലയുടെ കാര്യത്തിൽ ഈ കാർ അല്പം മുന്നിലാണ്. കാരണം ചൈനയിൽ തന്നെ ഇതിന് 80 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെ വിലയുണ്ട്. 4. നിയോ E-T9. നിയോ E-T9 ഒരു ഇലക്ട്രിക് കാറാണ്. കാണാൻ ഒരു സാധാരണ ആഡംബര കാർ പോലെ തന്നെ തോന്നുമെങ്കിലും ഇതിന്റെ ഹൈഡ്രോളിക് സസ്പെൻഷൻ സിസ്റ്റം അതിശയിപ്പിക്കുന്നതാണ്. ഈ കാറിന് മുകളിൽ മഞ്ഞു വീണാൽ ഹൈഡ്രോളിക് സിസ്റ്റം ഓൺ ചെയ്താൽ മാത്രം മതി. കാർ മഞ്ഞിനെ സ്വയം കുലുക്കിക്കളയും. ഇതിലും മികച്ച ഒരു ഫീച്ചർ കൂടി പറയാം. ഈ കാറിന് മുകളിൽ ഒരു ഡ്രിങ്ക് വെച്ച് സ്പീഡ് ബ്രേക്കറുകളിലൂടെ ഓടിച്ചാലും ഗ്ലാസ്സിലെ ഡ്രിങ്ക് ഒട്ടും കുലുങ്ങുകയില്ല. അത്രയധികം സ്ഥിരത ഈ കാറിനുണ്ട്. മണിക്കൂറിൽ 255 കിലോമീറ്റർ ആണ് ഇതിന്റെ ഉയർന്ന വേഗത. വില ഏകദേശം 56 ലക്ഷം രൂപ. 5. എയ്ഹ്വാങ് 216S. ഇത് ഒരു ഡ്രോൺ എയർപ്ലെയിൻ ആണ്. നമ്മൾ സാധാരണയായി ഡ്രോണുകൾ സിനിമ ഷൂട്ട് ചെയ്യാനും മറ്റും ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ചൈനയിൽ ഇത് ഒരു ടാക്സിയുടെ പണിയാണ് ചെയ്യുന്നത്. തിരക്കേറിയ നഗരങ്ങളിൽ ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങാതെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ ഇത് ഉപയോഗിക്കാം. 2 ആളുകൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്ന ഈ ഡ്രോൺ ശബ്ദം കുറഞ്ഞ രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത് പൂർണ്ണമായും ഓട്ടോമാറ്റിക് ആയി പ്രവർത്തിക്കും. പറന്നുയരാനും സുരക്ഷിതമായി ലാൻഡ് ചെയ്യാനും ഇതിന് സ്വന്തമായി കഴിവുണ്ട്. ചൈനയിലെ ചില തിരക്കേറിയ നഗരങ്ങളിൽ ഇതിന്റെ പരീക്ഷണം നടക്കുന്നുണ്ട്. 6. യമഹ മോട്ടോറോയിഡ്. ഇത് വെറുമൊരു ബൈക്കല്ല,
ഇതിന് സ്വന്തമായി ബുദ്ധിയുണ്ട്. ഈ ബൈക്ക് അതിന്റെ ഉടമയെ തിരിച്ചറിയുകയും പിന്തുടരുകയും ചെയ്യും. ഒരു റോബോട്ടിനെ പോലെ നമ്മുടെ ആംഗ്യങ്ങൾക്കനുസരിച്ച് ഇത് നീങ്ങും. ഈ ബൈക്കിൽ സെൽഫ് ബാലൻസിംഗ് സിസ്റ്റം ഉണ്ട്. അതിനാൽ ഇത് ഒരിക്കലും നിലത്ത് വീഴില്ല. നമ്മുടെ മുന്നിലൂടെ പോകുന്ന ആളുകളുടെ മുഖം പോലും തിരിച്ചറിയാൻ ഇതിന് കഴിയും. ഒരു യാത്രികനും മെഷീനും തമ്മിലുള്ള ബന്ധം പുതിയ തലത്തിലേക്ക് എത്തിക്കുകയാണ് ഈ ബൈക്ക്. ഇത് യമഹയുടെ ഒരു കോൺസെപ്റ്റ് ബൈക്കാണ്. യഥാർത്ഥത്തിൽ പൊതുവിപണിയിൽ ഇറങ്ങിയിട്ടില്ല. ഇതിലെ AI സെൽഫ് ബാലൻസിംഗ് ഫീച്ചറുകൾ സാങ്കേതികമായി സാധ്യമായ കാര്യങ്ങളാണ്. പക്ഷേ നിലവിൽ ഇത് ഒരു ഗവേഷണ പ്രോജക്റ്റാണ്. 7. റാപ്റ്റർ. റാപ്റ്റർ ഒരു ഇലക്ട്രിക് വാഹനമാണ്. ഒരു ജാപ്പനീസ് കമ്പനി ഡിസൈൻ ചെയ്ത ഈ വാഹനം ചൈനയിലാണ് നിർമ്മിക്കുന്നത്. ഇതിന് 3 ചക്രങ്ങളുണ്ട്. മുന്നിൽ 2 എണ്ണവും പിന്നിൽ 1 എണ്ണവും. ഇത് വേണമെങ്കിൽ 2 ഭാഗങ്ങളായി വേർപെടുത്താനും എളുപ്പത്തിൽ കൂട്ടിയോജിപ്പിക്കാനും സാധിക്കും. വളരെ കുറഞ്ഞ ശബ്ദത്തിൽ ഓടുന്ന ഈ വാഹനത്തിന് ഡ്രൈവിംഗ് ലൈസൻസ് ആവശ്യമില്ല. മണിക്കൂറിൽ 30 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന ഇതിന് ഒരു തവണ ചാർജ് ചെയ്താൽ 40 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ സാധിക്കും. തിരക്കേറിയ നഗരങ്ങളിലെ ചെറിയ വഴികളിലൂടെ പോകാൻ ഇത് വളരെ അനുയോജ്യമാണ്. 8. റിഡ് റോയിങ് കങ്കാരു. ടോക്കിയോ സർവകലാശാലയിൽ രൂപകൽപ്പന ചെയ്ത ഈ വാഹനം ഒരു കങ്കാരുവിനെ പോലെ തോന്നിക്കുന്നതുകൊണ്ടാണ് ഈ പേരുണ്ടായത്. ഇതിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ട്. അത് നിങ്ങളുടെ പിന്നാലെ വരും. വീടിന്റെ അകത്തുപോലും ഇത് ഉപയോഗിക്കാം. മണിക്കൂറിൽ 10 കിലോമീറ്ററാണ് ഇതിന്റെ വേഗത. 9. റോബോ ടാക്സി. റോബോ ടാക്സി ഒരു ഓട്ടോമാറ്റിക് കാറാണ്. ആമസോൺ, യൂബർ, ആൽഫബറ്റ് പോലുള്ള കമ്പനികൾ ചേർന്ന് വികസിപ്പിച്ചെടുത്ത ഈ വാഹനം ഒരു ഡ്രൈവർ ഇല്ലാത്ത ടാക്സിയാണ്. ഇതിന് മുന്നോട്ടും പിന്നോട്ടും ഒരേ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയും. 4 യാത്രക്കാർക്ക് ഇതിൽ ഇരിക്കാം. കൂടാതെ എല്ലാവരുടെയും മുഖം പരസ്പരം കാണുന്ന രീതിയിലാണ് ഇതിന്റെ സീറ്റുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഇതിൽ ധാരാളം സെൻസറുകൾ ഉള്ളതുകൊണ്ട് അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. 10. GAC Go. GAC Go എന്ന ഈ വാഹനം ചൈനീസ് കമ്പനിയായ GAC, ജർമ്മൻ കമ്പനിയായ ഓളോകോപ്റ്റർ എന്നിവർ ചേർന്ന് വികസിപ്പിക്കുന്ന ഒരു എയർ ടാക്സി പ്രോജക്റ്റാണ്. ഇതൊരു സാധാരണ കാറല്ല. ഇത് കാറിനും വിമാനത്തിനും ഇടയിലുള്ള ഒരു വാഹനമാണ്. ഇതിന് റോഡിലൂടെ കാർ പോലെയും ട്രാഫിക്കിൽ കുടുങ്ങിയാൽ ആകാശത്തേക്ക് പറന്നുയർന്ന് ഡ്രോൺ പോലെയും സഞ്ചരിക്കാൻ കഴിയും. ഒരു സിംഗിൾ സീറ്റ് ക്യാപ്സ്യൂളാണ് ഇത്. ഇതിന്റെ മുകളിലുള്ള ബ്ലേഡുകൾ ആവശ്യമുള്ളപ്പോൾ വിടരും. അങ്ങനെ ആകാശത്തേക്ക് പറന്നുയരാം. ഇത് മനുഷ്യൻ ഉണ്ടാക്കിയ ഏറ്റവും വിസ്മയിപ്പിക്കുന്ന വാഹനങ്ങളിൽ ഒന്നാണ്. 11. എക്സ്പെങ് X3. എക്സ്പെങ് X3 ഒരു പറക്കും കാറാണ്. ഈ കാറിന് റോഡിലൂടെ സഞ്ചരിക്കാനും ആകാശത്തിലൂടെ പറക്കാനും സാധിക്കും. ഇത് പറക്കുമ്പോൾ സ്റ്റിയറിംഗ് വീലും ഗിയർ ലിവറും ഫ്ലൈറ്റ് മോഡിലേക്ക് മാറും. ഇതിന് മണിക്കൂറിൽ 130 കിലോമീറ്റർ വേഗതയിൽ പറക്കാൻ സാധിക്കും. കൂടാതെ 35 മിനിറ്റ് വരെ തുടർച്ചയായി പറക്കാനും കഴിയും. ഇത് യഥാർത്ഥത്തിൽ നിലവിലുള്ള ഒരു ഫ്ലൈയിങ് കാർ പ്രോട്ടോടൈപ്പ് ആണ്. ചൈനീസ് കമ്പനിയായ എക്സ്പെങ് ഇതിന്റെ പരീക്ഷണങ്ങൾ നടത്തിവരുന്നു. 12. ജംപ് എയ്റോ J1. ജംപ് എയ്റോ J1 ഒരു മെഡിക്കൽ എമർജൻസി ഡ്രോണാണ്. ഒരു ആംബുലൻസിന്റെ ധർമ്മമാണ് ഇതിനുള്ളത്. ഇത് ഡോക്ടർമാരെയും മെഡിക്കൽ സാമഗ്രികളെയും വേഗത്തിൽ എത്തിക്കാൻ ഉപയോഗിക്കുന്നു. അത്യാവശ്യ ഘട്ടങ്ങളിൽ വാഹനം എത്താത്ത സ്ഥലങ്ങളിൽ പോലും ഡോക്ടർമാരെയും മെഡിക്കൽ ടീമിനെയും എത്തിക്കാൻ ഇത് സഹായിക്കും. 13. ഷെയ്ൻ. 2 ചക്രങ്ങളിൽ ഓടുന്ന ഈ കാർ എങ്ങനെയാണ് നിലത്തു വീഴാതെ ഓടുന്നത് എന്നോർത്ത് നിങ്ങൾക്ക് അത്ഭുതം തോന്നാം. ഇതിന് സെൽഫ് ബാലൻസിംഗ് സിസ്റ്റം ഉണ്ട്. അതുകൊണ്ടാണ് ഇത് വീഴാതെ ബാലൻസ് ചെയ്യുന്നത്. 5 യാത്രക്കാർക്ക് ഇതിൽ സുഖമായി യാത്ര ചെയ്യാൻ സാധിക്കും. 14. ലെസാരത്ത് LMV 496. ലെസാരത്ത് LMV 496 ഒരു പറക്കും ബൈക്കാണ്. ഫ്രഞ്ച് മെക്കാനിക്കൽ എഞ്ചിനീയറായ ലുഡോവിക് ലെസാരത്ത് നിർമ്മിച്ച എയർ ഫ്ലൈയിങ് മോട്ടോർ സൈക്കിളിന്റെ പ്രോട്ടോടൈപ്പ് ആണിത്. ഇതിന് റോഡിലൂടെ സഞ്ചരിക്കാനും ആകാശത്തേക്ക് പറക്കാനും സാധിക്കും. ഈ ബൈക്കിന്റെ വീലുകൾ പറക്കുമ്പോൾ ഡ്രോണുകളായി മാറും. ഇതിന് 10 മിനിറ്റ് വരെ ആകാശത്ത് പറക്കാൻ കഴിയും. ഏകദേശം 4 കോടി രൂപയാണ് ഇതിന്റെ വില. 15. ഫ്ലയർ. ഫ്ലയർ ഒരു ട്രാൻസ്പോർട്ട് ഡ്രോണാണ്. ഇതിൽ നമുക്ക് ഇരിക്കാനും സാധനങ്ങൾ കൊണ്ടുപോകാനും കഴിയും. സാധാരണ ഡ്രോണുകളേക്കാൾ കൂടുതൽ ദൂരത്തേക്ക് ഇതിന് പറക്കാൻ കഴിയും. വളരെ കുറഞ്ഞ സ്ഥലത്ത് പോലും ഇതിന് ലാൻഡ് ചെയ്യാൻ സാധിക്കും. ഈ വാഹനങ്ങളെല്ലാം കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ചൈന ഇത്രയും പുരോഗമിച്ചുവെന്ന് വിശ്വസിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ഈ വാഹനങ്ങൾ ഇന്ത്യയിൽ എപ്പോഴായിരിക്കും എത്തുക? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം താഴെ കമന്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.